നമസ്കാരം. ജാക്സൺ ചുക്കുത്തിയ. നമ്മൾ ജി എസ് ടി വന്ന സമയത്ത് 5 വർഷത്തിനുള്ളിൽ അതിൻ്റെ എമൗണ്ട് അത് നികത്താൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റേറ്റുകൾക്കും അന്ന് ജി എസ് ടി കൗൺസിൽ ഒരു നിർദ്ദേശം നൽകി. അതിൽ കേരള സർക്കാർ അത് ഉറപ്പുറങ്ങി അവിടെ ഇരുന്നു. അവർക്ക് ഈ നശിപ്പിക്കാനും മുടക്കാനും എല്ലാം ഒരു പരിചയമുള്ളത്. അപ്പോൾ ആ പരിചയം അതായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് സംഭവിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ അവർ എന്താ പറയുക, 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല. മുമ്പത്തെ പോലെ അത് കിട്ടാനില്ലാത്ത കാശ് കിട്ടാനുണ്ട് എന്ന് ഞങ്ങൾ വിചാരിച്ചു. അതും ഞങ്ങളത് കിട്ടിയിരുന്നെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കുറേ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് വന്ന നഷ്ടവും കൂടി കൂട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു കള്ളക്കണക്കൊക്കെ പറഞ്ഞു വന്നിരുന്നു. പിന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് നുണ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ സർക്കാരുകളുടെ പൊതുവിലുള്ള ഒരു പദ്ധതി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജി എസ് ടിയിൽ അന്ന് സെൻട്രലിൽ ഇത് ചെയ്തിരുന്ന സമയത്ത് അന്ന് ജി എസ് ടി കൗൺസിൽ പറഞ്ഞതാണ് ജി എസ് ടി വീണ്ടും കുറയ്ക്കും എന്നുള്ളത്, സ്ലാബ് മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഒരു സി പി എംകാരൻ പറയാണ് അത് മറ്റേ ബീഹാർ ഇലക്ഷനുമായി മുൻനിർത്തിയിട്ടാണ് അത്ര. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ് കൂട്ടും, അങ്ങനെയല്ലല്ലോ അത്. ഇതിൽ പ്രശ്നം എവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വില നമുക്ക് കുറഞ്ഞ് കിട്ടും എന്നുള്ളതാണ്. ഇല്ല, അത് ഈ പറയുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരെല്ലാവരും അതിൻ്റെ വില MRP അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് ഈ ടാക്സ് കൂടുന്നത് ഇപ്പോഴുള്ള വില തന്നെ വരും. അപ്പം നമുക്ക് വ്യത്യാസം വരില്ല. അവിടെയാണ് അതിൻ്റെ പ്രശ്നം.